ഗൈസ് ഞാൻ മുടി നീട്ടാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. ബട്ട് ഒരു പെർട്ടിക്കുലർ ലെങ്ത് എത്തിയ ശേഷം ഭയങ്കരമായിട്ട് ഹെയർ ഫോൾ എനിക്ക് ഫീൽ ചെയ്ത്. എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെ കൈ ഞാൻ ഉള്ളിലിട്ടിട്ട് എടുത്തു നോക്കി കഴിഞ്ഞാൽ കൈ നിറച്ച് മുടിയായിരിക്കും, നിലത്തൊക്കെ മുടി, കിടക്കുന്ന ഏരിയയിലൊക്കെ കംപ്ലീറ്റ്ലി മുടി. സോ ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ അഫ്കോഴ്സ് നമ്മൾ നല്ല രീതിക്ക് പാനിക്കാവും മുടി ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഷോൾഡർ ഇഞ്ചുറി ഞാൻ ഡോക്ടറെ കാണിക്കാൻ പോകുന്നത്. സോ ഡോക്ടർ അപ്പോൾ എന്നെ വിറ്റാമിൻ ഡിയും കൂടെ ചെക്ക് ചെയ്ത് അപ്പോൾ റിസൾട്ടിൽ മനസ്സിലായി ഇത് ഭയങ്കര ലോ ആയി കിടക്കുന്നതാണ്. ഡോക്ടർ മരുന്ന് തന്ന് ഞാനത് യൂസ് ചെയ്ത് ഇപ്പോൾ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് ആയിട്ടുണ്ട്, നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. ദെൻ സെക്കൻഡറി ആയിട്ട് ഞാൻ മിനോക്സിഡിൽ യൂസ് ചെയ്യാൻ തുടങ്ങി. ഇത് ഡോക്ടർ റെക്കമെൻഡ് ചെയ്ത് വാങ്ങിച്ചൊന്നുമല്ല, എൻ്റെ ഒരു ഐഡിയയിൽ ഞാൻ വാങ്ങിച്ച് യൂസ് ചെയ്ത. ഇത് 5% മാൻ മാറ്റേഴ്സിൻ്റെ മിനോക്സിഡിലാണ്. സോ ഇത് ഞാനൊരു 1 ml വെച്ചിട്ട് രാവിലെയും രാത്രിയും യൂസ് ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തെ മേജറായിട്ട് ഞാൻ ചേഞ്ച് ആക്കിയൊരു കാര്യമുണ്ട്. സോ ഇങ്ങനത്തെ ചീർപ്പില്ലേ, ഇതൊക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടെ വൈഡ് ഗ്യാപ്പുള്ള ടൈപ്പ് സാധനങ്ങൾ യൂസ് ചെയ്യുക. സോ ഇതാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇതുകൊണ്ട് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര എന്താ പറയുക, മുടി ഇങ്ങനെ പൊട്ടിപ്പോകത്തില്ല. മറ്റേത് വെച്ച് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കരമായിട്ട് മുടി പൊട്ടിപ്പോയി, ഇങ്ങനെ ചീറി കഴിഞ്ഞാൽ മുടി വേഗം ഡാമേജ് ആകുന്നുണ്ട്. സോ ഈ ഒരു സാധനം ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയത്. ഇത് ഞാൻ ബ്ലിങ്കിറ്റിൽ നിന്ന് കണ്ട് വാങ്ങിച്ചതാണ്. കിട്ടില്ല സാധനം, നല്ല ക്വാളിറ്റി ഉണ്ട്. മുടി ചീക്കിനെ ചുമ്മാ ഇങ്ങനെ ഇരുന്നാൽ തന്നെ ചെയ്യാൻ തോന്നും വെറുതെ. അപ്പോൾ സോ മുടി ആരെങ്കിലും നീട്ടാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വിറ്റാമിൻ ഡി ചെക്ക് ചെയ്ത് നോക്ക്, ഇങ്ങനത്തെ സാധനങ്ങൾ യൂസ് ചെയ്യുക, മിനോക്സിഡ് യൂസ് ചെയ്യുക. സോ എന്നാൽ മാത്രമേ എനിക്ക് മുടി കുറച്ചും കൂടെ കെയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ ഇതിൻ്റെ അകത്ത് വലിയ എക്സ്പെർട്ടൊന്നുമല്ല, ബട്ട് എനിക്കറിയുന്ന രീതിയിൽ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എനിക്കിതൊക്കെ വർക്കായിട്ടുണ്ട്. സോ ട്രൈ.